അയ്യപുരത്തെ കോമഡ ചിറ്റപ്പൻ നല്ല തണ്ടും തടി ആരോഗ്യമൊക്കെ ഉള്ള ഒത്ത ആളായിരുന്നു. ഇതുപോലെ ഒരു ദിവസം സ്വപ്നത്തിൽ വന്ന് കരഞ്ഞു. എന്തു പറ്റി ചിറ്റപ്പന്? ചിറ്റപ്പന് വെള്ളപ്പണിയായിരുന്നു. പുഴയിലൂടെ വെള്ളം കുത്തി പോകുമ്പോ ചാഞ്ഞു നിന്ന് തെങ്ങേന്ന് ഒരു തേങ്ങ പിരിക്കാൻ നോക്കിയതാ. വള്ളപ്പടിയിൽ നെഞ്ചു തല്ലി വീണു. 3 ദിവസേ കിടന്നുള്ളൂ. അയ്യോ, മോളുടെ അച്ഛൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ മനപ്രയാസമുണ്ട്, നല്ല മനപ്രയാസമുണ്ട്, അതുറപ്പാ. അതുകൊണ്ട് അമ്മ പറഞ്ഞ മോള് കേക്കൂ. അമ്മ പറഞ്ഞു. ഞാൻ എന്താ വേണ്ടേ? മോള് രാവിലെ തന്നെ അവനെ വിളിച്ചോണ്ട് പോയി അച്ഛനും അമ്മയും ഒന്ന് കാണണം. ജനിപ്പിച്ച് വളർത്തി ഇത്രയും ആക്കിയതല്ലേ, അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. പോണം, പോയി ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം. അമ്മ പറയുന്നത് ഒരു തെറ്റുമില്ല. അവരുടെ മനസ്സ് വേദനിപ്പിച്ച് തന്നെ ഇറങ്ങി പോകുന്നത്. അതിന് പരിഹാരം കണ്ടേ പറ്റൂ. മോള് അവനോട് പറഞ്ഞ് രാവിലെ തന്നെ പോകാൻ നോക്ക്. അവന് ചായ കൊടുത്തായിരുന്നോ? കൊടുക്കാം. മുരളിയേട്ടാ, ചായ. ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയോ? പറയും. വഴക്ക് കേൾക്കാൻ സാധ്യതയുള്ള കാര്യമായോണ്ടാണല്ലോ നീ ചോദിച്ചത്. എന്താ കാര്യം? വേണ്ട, പറഞ്ഞോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ ഇതൊരു ശീലമാക്കരുത്. എന്ത്? രാവിലെ ചായ കൊണ്ട് തന്നേച്ച് നിവേദനം തരല്. എന്താ കാര്യം എന്ന് പറ. നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലോ? നിന്റെ വീട്ടിലേക്കോ? എന്തിന്? എനിക്ക് അച്ഛനെ അമ്മയൊന്ന് കാണണം. ഓ, ഇതിനായിരുന്നു അമ്മ തകർത്ത് അഭിനയിച്ചത്. കൊള്ളാവുന്ന എന്തോ പണിയാ. കേൾക്കട്ടെ. എന്താ ഒന്നും പറയാത്തെ? അല്ല, എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഇറങ്ങിപ്പോരുമ്പോ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞ അനുഗ്രഹ വാക്കുകളൊക്കെ മറന്നുപോയോ? അതൊക്കെ ഒരാപത്ത് വരുമ്പോ നമ്മൾ മറക്കണ്ടേ? ആപത്തോ? ആർക്ക്? അവിടെ എന്താ? നിന്നോട് ആരാ പറഞ്ഞേ? അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, ഇവിടുത്തെ അമ്മ പറഞ്ഞതാ. എന്റെ അമ്മയോ? എന്തു പറഞ്ഞു? അമ്മ അച്ഛനെ അമ്മയെ സ്വപ്നത്തിൽ കണ്ടു അത്രേ. എന്നിട്ട് അച്ഛൻ അങ്ങ് ക്ഷീണിച്ച് എല്ലും തോലും ആയിപ്പോയെന്ന്. ഓ ഓ ഓ അമ്മയ്ക്ക് അത് കണ്ടേ പിന്നെ ഒരു മനസ്സമാധാനം ഇല്ലെന്നാ പറയുന്നത്. ഞാൻ അവിടുന്ന് ഇറങ്ങി പോന്നതുകൊണ്ടാണല്ലോ അവരിങ്ങനെ സങ്കടപ്പെടുന്നത്. അത് ഓർത്തിട്ട് അമ്മയ്ക്ക് ആകെ ഒരു ശ്വാസം മുട്ടല് പോലെയാണെന്ന്. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ സീസണിലും അങ്ങനെ പലതരം ശ്വാസം മുട്ടലുകളും സ്വപ്നം കാണലുകളൊക്കെ ഉള്ളതാ. നീയാന്ന് അത്ര കാര്യമായിട്ട് എടുക്കണ്ട. നീ ചായ കുടിച്ചോ? എന്നെ എന്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണമെന്ന് മുരളിയേട്ടന് തോന്നിയില്ലല്ലോ. അമ്മയ്ക്ക് സ്വപ്നത്തിലെങ്കിലും അങ്ങനെ തോന്നി. എന്റെ അച്ഛന്റെ അമ്മയുടെയും വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. എന്റെ അമ്മ എനിക്കറിയാവുന്നത് നിനക്കറിയില്ലല്ലോ. എടി, അമ്മ വേറെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടി വൺവേ എടുത്ത് ചുറ്റിക്കറങ്ങി വന്നതാ. ഈ കണ്ടു എന്ന് പറയുന്ന സ്വപ്നമൊക്കെ വെറും കഥയാ. അങ്ങനെ വെറുതെ ഒരു കഥയുണ്ടാക്കി പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? എനിക്ക് വീട്ടിൽ പോയി അച്ഛനും അമ്മയും കാണണം. അമ്മ അങ്ങനെ പറഞ്ഞപ്പോ മുതല് എനിക്ക് ഒരു സമാധാനവും ഇല്ല. അവിടെ എന്തോ പ്രശ്നമുണ്ട് മുരളിയേട്ടാ. എടി, നമ്മൾ അങ്ങോട്ട് ചെന്നാലേ നിന്റെ അച്ഛൻ മുറ്റത്ത് കാലുകുത്താൻ സമ്മതിക്കില്ല. വെറുതെ പോയി നാണം കെട്ട് പോരേണ്ടി വരും. ഇല്ല മുരളിയേട്ടാ, എന്റെ അച്ഛനെ അമ്മ എനിക്കറിയാം. അന്നത്തെ ആ സിറ്റുവേഷനിൽ ആരായാലും അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ ഇപ്പൊ അവരെന്നെ കാണാത്തതിൽ വിഷമിച്ചിരിക്കാവും. അമ്മയും കൂടെ സ്വപ്നം കണ്ട സ്ഥിതിക്ക് ഞാനത് ഉറപ്പിച്ചു. നമുക്ക് പോണം, ഇപ്പൊ തന്നെ പോണം. മുരളിയേട്ട ഒന്നിങ്ങോട്ട് വന്നേ. വാ മുരളിയേട്ടാ.
വാ. ഏയ്, വിട്. വാ. ഞാൻ പറയട്ടെ ഗൗരി. എന്താ ഇത്ര ചിരി? എന്താടി വെറുതെ നിന്നങ്ങ് ഇളിക്കുന്നത്? ഒന്നുമില്ല. എല്ലാത്തിനെയും ശരിയാക്കി തരുന്നുണ്ട്. ഈശ്വര, രണ്ടും കൂടി പണി ഇരുന്ന് വാങ്ങാൻ പോവുകയാണല്ലോ രാവിലെ. ഇതിന്റെ അവസാന ഭാഗം കൂടി കാണണമല്ലോ. സ്വപ്ന നാടകത്തിന്റെ 2ാം പകുതി കൂടി അമ്മ കാഴ്ചവെക്കും. ശാരി, മോളെ ആരാ വന്നത്? കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടല്ലോ. അച്ഛനമ്മ. എങ്ങനെ? അയ്യോ, എവിടെ? എന്റെ അമ്മേ, അച്ഛൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ? അതാ ഹൗസ് ഓണർ ആയിരുന്നു. ഗ്യാസ് കണക്ഷന്റെ പേപ്പറും കൊണ്ട് വന്നതാ. നീ പിന്നെന്തിനാ കള്ളം പറഞ്ഞത്? മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. പേടിച്ചല്ലേ? അന്ത ഭയം ഏർക്കണം. നിനക്ക് ഇത് കൂടുന്നുണ്ട് കേട്ടോ. അയ്യോ പാവം, എന്റെ അമ്മക്കുട്ടി പേടിക്കണ്ടാട്ടോ. നമ്മുടെ അച്ഛൻ അങ്ങനെയൊന്നും പുറത്തിറങ്ങില്ല. അമ്മാതിരി പൂട്ടല്ലേ എന്റെ ചേച്ചി പെണ്ണ് പൂട്ടിയിരിക്കുന്നേ. ചെലപ്പോ ഇപ്പോ ഏതെങ്കിലും ക്രിമിനൽസിന്റെ കൂടെ കൊതുകടിയും കൊണ്ട് ഈ ചാട്ടിയിരിപ്പുണ്ടാവും. അമ്മ ഇങ്ങ് വന്നേ, നമുക്കേ സമ്മതിക്കില്ല. ഈ കൊതുകളെ അറസ്റ്റ് ചെയ്തതിലൊക്കെ പുരട്ടേക്കുന്ന എന്തിനാണ്? പാട്ട് പാടി സാറേ, ഇത് സാറിന്റെ കൊടുക്കും. സാറേ, ചെല്. എന്താടാ? എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ഞാനൊരു പാവല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മിണ്ടരുത്. ചവിട്ടീൻ്റെ എല്ലാ ചെറ്റത്തരത്തിനും കൂടെ നിന്നിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് മോളിന്ന് വിളിച്ച് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടിയനെ. അയ്യോ, ഞാനൊരു പാവാ സാറേ. പ്രായപൂർത്തിയാകാത്ത ഒരു പെങ്കൊച്ചിന്റെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളുടെയും കൂടെ പണി കളയാനുള്ള പരിപാടിയായിരുന്നു അല്ലടാ? സാറേ, അതിന് ഒരു ദിവസത്തെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ ഇന്ന് അകത്തോട്ട് ഞാൻ വരണോടാ? അയ്യോ വേണ്ട വേണ്ട. സാറേ, ആ കാർത്തികനെ ഒന്ന് വിളിച്ചു തരാൻ പറ്റുമോ? ഒരു കാര്യം പറയാനായിരുന്നു. കാർത്തികേയനെ നിനക്ക് വിളിക്കണോ അല്ലടാ? വിളിച്ചതാ സാറേ. നീ ഫോണിൽ വിളിക്കണ്ട, നേരിട്ട് കൊണ്ട് സംസാരിച്ചോ. ഓ, എന്നാ വലിയ സൗകര്യായി. അവനെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലിട്ടിരിക്കുക. അയ്യോ, നിനക്ക് പോണോ അങ്ങോട്ട്? അയ്യോ വേണ്ട 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 വേണ്ട. എനിക്കാരെയും കാണുകയും വേണ്ട, ഒന്നും സംസാരിക്കുകയും വേണ്ട. ഓ, സബ് ജയിലേ, ഇത് തന്നെ പറ്റുന്നില്ല. അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നോണം. 2 ദിവസം കഴിയട്ടെ, വിടുന്ന കാര്യമൊക്കെ അപ്പോഴാലോചിക്കാം. ഓ, ഇടി കൊള്ളാതിരുന്നത് ഭാഗ്യം. ഇവിടെ എങ്ങനെയാണ് സബ് ജയിലിൽ എന്തായിരിക്കും? അമ്മ എന്താ ഇവിടുത്തെ അടുക്കളയില്? ഇതെന്റെ അടുക്കളയല്ലേ? അല്ല, ചന്ദ്രത്തേക്ക് പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. മരുമോൾ എന്തേ? എവിടെയോ പോകാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. സിനിമയ്ക്കോ പാർക്കിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. പിന്നെ സിനിമയ്ക്ക് നീ തന്നെ ജോലിക്ക് പോയടി. അവൻ അവളുടെ വീട് വരെ പോകുന്നതാ. എന്തിനാമേ? അവളുടെ അച്ഛനമ്മയെ കാണാനായിരിക്കും. ഇറങ്ങിയ അവര്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ അമ്മേ. ശരി മോളെ, വാ. എടാ, ഞങ്ങൾ ഒരിടം വരെ പോവാ. അത് വന്നിട്ട് പറയാം. ശരിടാ, ഓക്കെ. മോളെ, ഒരു കാര്യം ഓർത്തേക്കണം. വെറും കൈയോടെ അങ്ങോട്ട് പോകരുത്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നതല്ലേ? മനസ്സിലായോ മോക്ക്? അതുപോലെ തന്നെ പോയി വരുമ്പോഴും വെറുകയോടെ വരരുത്. അതും മോശ. എന്താ?
മനസ്സിലായില്ലേ? എന്നെ കളിയാക്കുക? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഓ, ഇതൊക്കെ ഞാൻ തന്നെ പറയണല്ലോ. അതെ, അവിടെ മോൾക്ക് കല്യാണത്തിന് വാങ്ങി വെച്ച സ്വർണ്ണൊക്കെ ഉണ്ടല്ലോ, പോരുമ്പോ അതൊക്കെ എങ്ങ് എടുത്തോണ്ട് പോരെ. ഇനി അതൊക്കെ അവിടെ വെച്ചിട്ട് എന്തിനാ? അമ്മ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായി. രാവിലെ ഏട്ടത്തിയോട് പുന്നരിച്ചത് എട്ടിന്റെ പണിയെടുക്കാനായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി. അമ്മ ക്ഷമിക്കണം, ഞാനിപ്പോ അത് ചോദിക്കാനല്ല അങ്ങോട്ട് പോകുന്നത്. പിന്നെന്തിനാ രാവിലെ കെട്ടിയൊരുങ്ങി അങ്ങോട്ട് പോകുന്നത്? അമ്മയല്ലേ പറഞ്ഞ് അച്ഛനും അമ്മയും കണ്ട് മാപ്പ് പറയണമെന്ന്. അത് പറയണം. മാപ്പ് പറഞ്ഞ പിന്നെ പഴയ സ്നേഹം എല്ലാ രീതിയിലും ഉണ്ടാവുമല്ലോ. തരാനുള്ള സ്വർണ്ണമൊക്കെ തന്നു വിടണം, അതല്ലേ മര്യാദ. അമ്മ ഇപ്പൊ അതൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ എപ്പോഴാ പ്രതീക്ഷിക്കേണ്ടത്? കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടണം. നിന്റെ വീട്ടുകാരുടെ സൗകര്യത്തിനല്ല ഇതൊക്കെ എത്തിക്കേണ്ടത്. തിരിച്ചു വരുമ്പോഴേ സ്വർണ്ണമായിട്ട് വന്നാ മതി. പറഞ്ഞു മനസ്സിലായിട്ട് നിനക്ക്? ഗൗരി, നീ ഒന്ന് കയറിക്കേ, പോവാം. കിട്ടാനുള്ളത് തികച്ചു വാങ്ങാതെ നീ ഇവിടെ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. അവിടെ തന്നെ നിർത്തിട്ട് പോന്നാ മതി. ഓ, ആയിക്കോട്ടെ. ശരിയെന്ന്. അമ്മേ, അമ്മയുടെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. ദേവിക അല്ല ഗൗരി, അത് അമ്മയ്ക്ക് ഉടനെ മനസ്സിലാവും. ഉവ്വ, സ്വർണം കൊണ്ട് വന്നില്ലെങ്കിലേ ഈ അടിച്ചതിനകത്ത് അവളെ ഞാൻ കേറ്റില്ല. നീ കണ്ടോടി. മിക്കവാറും നടക്കും. ദൈവമേ, എപ്പ തുടങ്ങിയ പണിയാ. ഇവിടെ പോയി കിടക്കുകയാണോ എന്തോ. ഇത്ര നേരമായിട്ടും തമ്മിലായിട്ട് എഴുന്നള്ളിത്തരാ. അയ്യോ, എടി മീനാക്ഷി, നീ പ്രഭകുഞ്ചിന് ചായ കൊടുത്തായിരുന്നോ? ആ, തമ്പുരാട്ടി വന്നോ? നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നടി? കാലത്ത് ഇവിടെ പിടിപ്പത് പണി ഉണ്ടാവും നിനക്കറിയത്തില്ലടി. ക്ഷമിക്കടി. രാവിലെ വീട്ടിലേക്ക് ഒന്ന് പോണെന്നും പറഞ്ഞ മരുമോൾക്ക് ഒറ്റ നിർബന്ധം. ചുമ്മാ അല്ലടി, കാര്യം എന്തൊക്കെ ആയാലും ഇത്രയും കാലം വളർത്തി അച്ഛനും അമ്മയും കാണണമെന്ന് തോന്നാതിരിക്കില്ലല്ലോ. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അവരെ യാത്രയാക്കാൻ നിന്നതാ, അതാ വൈകി പോയേ. അതിനെത്രയ്ക്ക് യാത്രയാക്കാൻ എന്താ? അവളുടെ വീടങ്ങ് അമേരിക്കയിലൊന്നും അല്ലല്ലോ. എങ്ങോട്ടാണെങ്കിലും ഇറങ്ങി പോന്നിട്ട് ആദ്യമായിട്ട് കയറി ചെല്ലാൻ പോവല്ലേ. അതിന്റെ ഒരു പേടിയും പരിഭ്രമം ഒക്കെ ഉണ്ട്. അതിന് ചിലതൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് നിന്നു പോയതാ. അല്ലാതെ വന്നപ്പോ മുതൽ ഓരോന്ന് പറഞ്ഞ് നിലം തൊടിക്കാതെ അങ്ങോട്ട് ഓടിച്ചതല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് അച്ഛനമ്മയെ കാണാൻ ആഗ്രഹം തോന്നാൻ ഞാൻ പറഞ്ഞിട്ട് വേണോ? അതിന്റെ ആവശ്യമില്ല. പക്ഷേ അവൾ അവിടെ കേറി പറ്റേണ്ടത് നിന്റെ ആവശ്യമാണ്. എനിക്ക് നിന്നെ അറിയത്തില്ലേടി ഭാർഗവി. പെണ്ണങ്ങ് കേറി ചെന്നാലല്ലേ നീ ഉദ്ദേശിച്ചതൊക്കെ അവിടെ നിന്ന് അങ്ങ് അടർത്തി മാറ്റി ഇങ്ങോട്ട് വലിക്കാൻ പറ്റൂ. ഓ, നിന്റെ ഈ വായില നാക്കുകൊണ്ട് ഞാൻ തോറ്റടി. ഓ, പിന്നെ അവളെന്നെ മൂക്കി വലിച്ചു വെച്ചു. ഇത്തിരി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? സാറിന്റെ ദേഹം തുടയ്ക്കാനുള്ളതാ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ചൂടുവെള്ളം ചോദിച്ചായിരുന്നോടി? ചോദിച്ചായിരുന്നു. എന്റെ കൈ ഒഴിഞ്ഞില്ല. ഇപ്പൊ ശരിയാക്കി തരാം, ഒരു 5 മിനിറ്റ്. നിങ്ങൾ എന്താ എന്നോട് മത്സരിക്കാണോ? ഒരാൾക്ക് ചെയ്യാനുള്ള ജോലിയെങ്കിലും ഈ വീട്ടിലുണ്ടോ? 2 പേരുണ്ടായിട്ട് ഒന്നും സമയത്തിന് കിട്ടില്ല. വയ്യെങ്കി പറഞ്ഞോ, വേറെ ആളെ നോക്കാം. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല മോളെ. പ്രഭക്കുഞ്ഞ് പോലും ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറയാറില്ല. പ്രഭക്കുഞ്ഞല്ല, ഞാനാ സാറിന്റെ കാര്യങ്ങൾ നോക്കുന്നേ. അതിനാവശ്യമായ കാര്യങ്ങൾ എനിക്ക് സമയത്തിന് കിട്ടണം. നിങ്ങളുടെ സൗകര്യത്തിന് കാത്തു നിൽക്കാനേ എനിക്ക് പറ്റില്ല. മനസ്സിലായില്ലേ? നിർത്തണേ. എന്താ നീ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന്?
കേറി കേറി എന്നെ ധിക്കരിച്ച് സംസാരിക്കാറായോ നീ? നീ ആരാന്നാ നിന്റെ വിചാരം? ആ? ഇവിടെ എങ്ങനെ നിന്നാ പിഴച്ചു പോകാമെന്ന് നിന്നോട് നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വ്യത്യാസം വന്നാലുണ്ടല്ലോ. കുഞ്ഞു കേട്ടല്ലോ, ഇവിടെ വന്ന ദിവസം മുതല് ഇവളുടെ അധിക്ഷേപം കേട്ട് കേട്ട് നെഞ്ചു കലങ്ങിയ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ കുഞ്ഞെ ഇവളെ കൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? നീ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരി മാത്രം. ഇവരെക്കാളും ഉയർന്ന സ്ഥാനങ്ങളൊന്നും ആരും ഇവിടെ കൽപ്പിച്ചു തന്നിട്ടില്ല. ഇവരെയൊക്കെ ഞാനാ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. അവരെയൊക്കെ ശാസിക്കാനും അവരോട് കൽപ്പിക്കാനും നിനക്ക് ആരാ അധികാരം തന്നത്? പറയടി. ആന്റി, എനിക്കൊരു സ്ഥാനവും വേണ്ട, ആരോടും കൽപ്പിക്കുകയും വേണ്ട. സാറിന്റെ കാര്യങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ചെയ്ത് കിട്ടേണ്ട കാര്യങ്ങള് സമയത്തിന് കിട്ടണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ വേണ്ടതുപോലെ ചെയ്യാൻ ഇവർക്കറിയാം. ചോദിച്ചാ മതി, അവര് തരും. ആജ്ഞാപിക്കണ്ട, മനസ്സിലായോ? കേറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തവൾക്ക് ചന്ദ്രോത്ത് തറവാട്ടിൽ എല്ലാവർക്കും ഒപ്പത്തിനൊപ്പം ഇരിക്കാനും എവിടെ വേണമെങ്കിലും കേറി ഇറങ്ങാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തപ്പോ മനസ്സുകൊണ്ട് ഇവിടുത്തെ കൊച്ചമ്മയായി നീ, അല്ലേ? ഇനി നിന്റെ ശബ്ദം ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉയർന്ന് കേട്ടാൽ പ്രഭാവതി ആരാണെന്ന് നീ അറിയും. കേർപ്പൊടി പോൻ. നന്നായി കുഞ്ഞെ, അവക്ക് ഇങ്ങനൊരു കൊട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ചൂടുവെള്ളം റെഡിയായോ? ഇല്ല, ഇപ്പൊ റെഡിയാവും. പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കണി. അതിന് ഞാൻ ഇനി നിങ്ങളോട് അപേക്ഷിക്കണോ? പാടി ഇങ്ങോട്ട് വാ. ദേവി, നിക്ക്. എന്താ എന്തു പറ്റി? ഒന്നുമില്ല, കൈവിടുന്നു. എന്തിനാ കരയുന്നേ? എന്താ ഉണ്ടായെന്ന് പറ. എന്തിനാ കരയുന്നേ? ഇവിടുത്തെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെക്കാളും താഴെയാണോ ഈ വീട്ടിൽ എന്റെ സ്ഥാനം? ദേവി എന്തായി പറയുന്നേ? ഉള്ള സത്യം ഞാൻ പറയുന്നത്. അതെല്ലാവരും കേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? അങ്ങനെ ചെയ്യാൻ ഈ വീട്ടിൽ ഒരാളേ ഉള്ളൂ, നന്ദുന്റെ അമ്മ. അവരുടെ മുന്നിൽ വെച്ച് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഒരാളെ ആക്ഷേപിക്കാനില്ല. ഇത്രയൊക്കെ അപമാനിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത നന്ദു? ഞാനൊരു പണക്കാരന്റെ വീട്ടിലെ പെണ്ണല്ല. കേറി കിടക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. പറഞ്ഞ് അഭിമാനിക്കാനും മാത്രം ഒന്നുമില്ലാത്തവളാ ഞാൻ. ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരിച്ചപ്പോ നന്ദുന്റെ അമ്മയ്ക്ക് തൃപ്തിയായി. എന്നെ വഴക്ക് പറയാൻ ഒരവസരം നോക്കി നടക്കല്ലേ. കേട്ടു നിന്ന് മുരളേട്ടൻ അമ്മയ്ക്കും മീനാക്ഷി അമ്മയ്ക്കും മനസ്സ് നിറഞ്ഞു. മനുഷ്യനെ ആത്മാഭിമാനം എന്നുണ്ട്. അതാ കാശില്ലെങ്കിലും പദവിയില്ലെങ്കിലും അവനെ ഇവിടെ നിലനിർത്തുന്നത്. അതിന്റെ അവസാന തുള്ളിയും ചോർത്തി കളഞ്ഞ എങ്ങനെ ഇവിടെ ജീവിക്കും? സാർ
നന്ദന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇനി അടുക്കളയിലേക്ക് ചെല്ലേണ്ടി വരില്ലേ? അവരിനി എനിക്ക് എന്തെങ്കിലും വില തരുമോ? ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് സമയത്തിന് കിട്ടുമോ? അതുകൊണ്ട് ആർക്കാ ദോഷം? അത് ഈ പറയുന്ന ആള് ചിന്തിക്കുന്നുണ്ടോ? ദേവി, അത് എനിക്കൊന്നും വേണ്ട നന്ദു. എന്നെ മാത്രം ആശ്രയിച്ച് ഒരു ശിശുവിനെ പോലെ കിടക്കുന്ന ഒരു ജീവൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഓർത്തെങ്കിലും ഈ വാശി ഒന്ന് അവസാനിപ്പിക്കണം. സഹിച്ച് ഞാൻ മടുത്തു. വാ, ഇത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേ പറ്റൂ. വാ. വേണ്ട നന്ദു, വീട്. ഇല്ല, ഇതിനി മാറ്റി വെച്ചാൽ ശരിയാവില്ല. വന്നേ. ദേവി പേടിക്കണ്ട, ഞാനല്ലേ വിളിക്കുന്നേ. പറയുന്നത് കേക്ക്. ഇതിപ്പോ ഒരു ഇഷ്യൂ ആക്കരുത്. ഇനി ഇതേ ചൊല്ലി വഴക്കും ബഹളമായ അച്ഛന്റെ മനസ്സ് വേദനിക്കും. എന്നാലും ഇത് പറഞ്ഞല്ലേ പറ്റൂ. എന്നാൽ ഈ ടോർച്ചറിങ്ങിന് അവസാനം ഉണ്ടാവും. അത് അച്ഛനറിയാതെ പറ്റില്ല. ഇന്ന് പറഞ്ഞാ ഇത് ഇന്നത്തോടെ അവസാനിക്കും. വേണ്ട, ഇതിപ്പോ തന്നെ സംസാരിച്ച ശരിയാവില്ല. സമാധാനമായിട്ട് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നിനും എനിക്ക് കൂട്ടി നിൽക്കാൻ പറ്റില്ല. ശരി, ഈ കാര്യം സമാധാനമായിട്ട് പറഞ്ഞാ അമ്മയ്ക്ക് മനസ്സിലാവാൻ തോന്നുന്നുണ്ടോ? അമ്മ ഇനി ഇത് തന്നെ ആവർത്തിക്കും. എത്ര നാൾ ദേവിക്ക് സഹിക്കാൻ പറ്റും? ഇപ്പൊ പോയി ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ നിൽക്കുന്ന കാലം അത്രയും ഇത് ഞാൻ സഹിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി എന്നെ ഇങ്ങനെ ആരുടെയെങ്കിലും മുൻപിൽ വെച്ച് ആക്ഷേപിച്ച് സംസാരിച്ച ഇത്രയും നാളും നെഞ്ചിലേറ്റി കൊണ്ടു നടന്ന സത്യം ഞാൻ അങ്ങ് വിളിച്ചു പറയും. നിനക്ക് എന്ത് അധികാരം എന്ന രീതിയിലാ നന്ദുന്റെ അമ്മ ഇവിടെ വന്നപ്പോ മുതല് എന്നോട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചത്. ഇനിയും ചോദിച്ച ഈ വീട്ടിൽ എന്റെ അധികാരം മകൻ കെട്ടിയ താലിയാണെന്ന് മുഖത്ത് നോക്കി പറയും ഞാൻ.